എല്ലാവർക്കും നമസ്കാരം. അല്ല എന്താ ഇപ്പോൾ 2026 ആയപ്പോഴേ ഒക്കെപ്പാടെ കൂട്ടത്തോടെ ഇറങ്ങിക്കാണില്ലേ? ഓനെന്നെ കുറ്റിപ്പുറം കാക്ക. സോറി ഇപ്പൊ പേരൊക്കെ മാറിയില്ലേ? സിലിക്കോൺ കുണ്ടൻ. ഈ സിലിക്കോൺ കുണ്ടന്റെ പൊക്കി കാണിക്കൽ വിഷയം ഇതുവരെ തീർന്നില്ലേ? എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഇനി ആരൊക്കെ നിർത്തിയാലും ഇല്ലേ, ഈ സിലിക്കോൺ കുണ്ടൻ എന്തായാലും നിർത്തൂല. ഇതാപ്പോ ഏതോ ഒരു നടേശന്റെ കല്യാണത്തിന് പോയിട്ടേ അവിടെ കടന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതൊന്നും കണ്ടോക്കി. ഈ പൊക്കി കാണിച്ചു എന്നുള്ളൊരു വിഷയം തന്നെ ഭയങ്കര തെറ്റിദ്ധാരണയിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം ഞാൻ താഴത്തത് കാണിച്ചു എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. ആരുടെ അങ്ങനെയൊക്കെ പറയണേ? അങ്ങനെ ആരും പറഞ്ഞതായി എന്റെ അറിവിലില്ല. അല്ലെങ്കിലും ഇപ്പൊ എന്റെ തുമ്പിക്കൈ കാണാനിട്ട് ആർക്കപ്പൊ ഉറക്കം വരാത്ത? ഈ കുണ്ടന് ഇത് എന്തൊക്കെ അസംബന്ധാണ് ഈ പറയണേ? എല്ലാവർക്കും അറിയാം ഇജ്ജ് കാട്ടിക്കൊടുത്തിക്കണതേ എന്റെ സിലിക്കോൺ ഇഡ്ഡലിയാണെന്ന്. പിന്നെ എന്തിനാ അങ്ങനെ ഒരു മൈക്ക് കെട്ടിയിട്ട് അതിലിങ്ങനെ അസംബന്ധം ഇങ്ങനെ പറയണേ? ഇതൊന്നല്ല വിറ്റ് ഈ ജാസി മണിക്കില്ലേ, കൂട്ട് ജാൻമണി, ഇതൊന്നും ഉണ്ടോക്കി. അല്ല ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വിളിച്ചിട്ട് കാണുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങളും നോക്കൂ. സ്വന്തം തുണി ഊടിയിട്ട് ഈ കണ്ണടിയിലെ കാണുന്ന പോരെ? എല്ലാ സാധനം സൈസ് മാത്രം ഡിഫറൻസ് ഉള്ളൂ. അതാ പോയിട്ട് കാണുന്ന പോരെ? എന്തോന്ന് കന്നഡിയിൽ കാണുന്നത് പോരെന്നോ? എന്തൊക്കെ ഈ മുട്ടമണി അല്ല ജാൻമണി പറയണേ? ഇനിയിപ്പൊ കന്നഡിയിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഇനിയിപ്പോ മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ, സാമാനം തന്നെയല്ലേ? എന്നിട്ട് പറയണേ അത് കാണുന്നെ പോരെ? കാര്യം അറിയാതെ ഓരോന്ന് വിളിച്ചു പറയരുത് ജാൻമണി. ഇത് ഈ കുണ്ടനെ അങ്ങോട്ട് വിളിച്ച് കാട്ടിക്കൊടുത്തതാണ്, അല്ലാതെ ഇവന്റെ ഒറ്റുമല കാണാനേ ആർക്കും ആഗ്രഹമില്ല. മനസ്സിലായില്ലേ? എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ ജാസി മണിനല്ലേ ജാൻമണി കണ്ട് ഏറ്റെടുത്തുക. അവിടെ കടന്നിട്ടേ വർത്താനം നിർത്തണേയല്ല, അങ്ങോട്ട് തകർക്കാണ്. ആ തകർക്കൽ കാണണ്ടേ? അതൊന്നും കണ്ടോക്കി. നിഷേധിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല മാറണം. ഓക്കെ, അതൊരു ലാംഗ്വേജ് വെച്ചാൽ അട്ടർ ലാംഗ്വേജ് ഫേവറേറ്റ് ആളുകളുടെ വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാരി കാണൂല്ലേ, അവന്റെ അമ്മ അച്ഛൻ കാണൂല്ലേ, അവന്റെ ഭാര്യ കുട്ടികളെ ആരോ കാണൂല്ലേ? കാണും. എന്താ ഈ പറയണേ? ഇംഗ്ലീഷും അല്ല മലയാളം അല്ല, ഇതേത് ഭാഷ? എന്തൊക്കെ തേർഡ് ക്ലാസ്സെന്നോ സെക്കൻഡ് ക്ലാസ്സെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് പിന്നെ ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളല്ലേ? അപ്പൊ പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എനിക്ക് സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ് ഒക്കെ ആയിട്ടാ തോന്നുക. അല്ല അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പൊ എന്റെ അടുത്ത് നിൽക്കണ ആ കുണ്ടനില്ലേ, ഓനേതാ ക്ലാസ്? ആ ക്ലാസ് ആദ്യം ഏതാന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞാൽ മതി. പിന്നെന്താ പറഞ്ഞേ? അമ്മ അച്ഛൻ സഹോദരി എല്ലാവരും ഇത് കാണുന്നില്ലേന്നോ? അല്ല അപ്പൊ കണ്ടാലിപ്പോ എന്താ കുഴപ്പം? ഈ കുണ്ടനില്ലേ വെപ്പുമൊലിയും വെച്ചിട്ടേ മറ്റേ കുണ്ടനൊപ്പം നടന്നിട്ടേ കുണ്ടനും അടിച്ച് നടക്കുമ്പോഴേ നാട്ടുകാർ പലതും പറയും. എന്നിട്ട് പിന്നെ ആ നാട്ടുകാർ തന്നെ പറ്റിച്ച് നടക്കണ ബനെ പോലുള്ള ആൾക്കാരെ പിന്നെ എന്താ ചെയ്യുക? എന്നാ ദീപം എടുത്തിട്ട് ആരതിയും വെച്ചിട്ട് ബനക്ക് ഇങ്ങനെ താലപ്പൊലിയും വെച്ചിട്ട് കൊണ്ടുവരാ. ജാൻമണിയെ എനക്കൊരു ഉപദേശം തരാം, എനക്കൊരു ചുക്ക് അറിയില്ല. ഇതെന്താ കാട്ടണ്ടെന്ന് അറിയോ? ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റ് പിടിച്ചിട്ടേ വേഗം പോകാൻ നോക്ക്. പിന്നെ ഇതൊന്നല്ല, ഈ ചെങ്ങായിമാരെ കല്യാണത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അതൊന്നും ഉണ്ടോക്കി. ഞാന് കല്യാണം കഴിക്കുന്നില്ല, അസംബ്ലി പാടണം. എന്റെ കല്യാണം ഉണ്ടാവും കേട്ടോ, നിങ്ങൾ എല്ലാവരും വരണം ഇൻഷാ അല്ലാഹ്. ഇതേപോലെ തന്നെ ഗ്രാൻഡ് ആയിട്ട് നമുക്ക് നടത്താം. എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇനി ഞാൻ രേഖാതെ പോലെ സിന്ധുരം എന്റെ ഭർത്താവില്ല. എന്താ ജാൻമണി ഒന്നായിട്ട് മുണുങ്ങോ? ഇജ്ജ് നേരങ്ങത്തിൽ ജോലിയും ചെയ്ത് ജീവിക്കണ ആളല്ലേ? ഇജ്ജ് എന്തിനാ ഈ കുണ്ടന്മാരെ സപ്പോർട്ട് ചെയ്ത് വർത്താനം പറയാൻ വരുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഇജ്ജ് ഇപ്പൊ തന്നെ ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റ് പിടിച്ച് പൊയ്ക്കോ. ഇത് കുണ്ടന്മാരും ഞങ്ങളും തമ്മിലുള്ള തീരാത്തൊരു യുദ്ധമാണ്. അപ്പൊ ഇതിൽ വന്നിട്ടേ ഈ കുണ്ടനൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലേ അവസാനേ കുണ്ടാന്ന് വിളി കേട്ടിട്ടേ ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെന്താ അതിന്റെ അടിയിൽ കൂടെ സിൽക്കോണ് പറഞ്ഞ് ഇതിന്റെ അടിയിൽ എന്റെ കല്യാണം ഉണ്ടാവും, അത് ഗ്രാൻഡ് ആയിട്ട് നടത്തണം എന്നോ? അതിനിപ്പൊ തന്നെ എന്റെ മറ്റേ കുണ്ടനെ കാണാനല്ലോ, ഓനെവിടെ? ഇജ്ജാണെങ്കിൽ ഇല്ലാത്ത കായ് മുടക്കിയിട്ടേ ചിരട്ടപ്പുട്ടൊക്കെ വെച്ചിട്ട് ഇജ്ജ് പെണ്ണായി എന്നും പറയണു. ഓനക്കാണെങ്കിലോ ആണുങ്ങളോടാണ് താല്പര്യം. എന്റെ ബലമായ സംശയേ ഓനക്ക് വേറെ ഏതെങ്കിലും കുണ്ടന്മാരെ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ആഷിഖിനെ വേണം, എന്റെ മുത്താണ് ആഷിഖ്. ഐ ലവ് യു ആഷിഖ്. അതാ ഓനക്ക് ആഷിനെ വേണത്രേ. ജാസിയെ ഇജ്ജ് വേറെ കുണ്ടന്മാരെ നോക്കിക്കോ, അതാ നല്ലത്. നിങ്ങൾക്കാണെങ്കിൽ സെക്സ് ഇല്ലാതെ പറ്റൂലല്ലോ. അവസാനം ആശയും പോയിട്ടേ സെക്സും തലക്കേറിയിട്ടേ പിരാന്തായി നടക്കേണ്ടി വരും. അതേപോലെ ഇതാ കണ്ടില്ലേ അവസ്ഥ? ഈ ചെങ്ങായി പറയുന്ന കണ്ടില്ലേ, ഐ ലവ് യു രാജു എന്ന്. ഇത് ഇന്നല്ലെങ്കിൽ നാളല്ലേ ഓനോന്റെ പണിയാക്കി പോവും. അപ്പൊ ഇജ്ജു ഇതേമാതിരിയേ ഐ ലവ് യു ആഷി എന്ന് പറഞ്ഞിട്ടേ പിരാന്തായി നടക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം, നല്ലോണം മേക്കപ്പും കുത്തിവെപ്പൊക്കെ നടത്തിയിട്ടേ കാളകളമാരി ഇങ്ങനെ നടന്നോ. അവസാനല്ലേ ഇതാക്കര അവസ്ഥ. ഇനി എന്താ എനിക്ക് പറയാന്? ഞാനൊന്ന് കേക്കട്ടെ.
ഞാൻ ആശിൻ ഇഷ്ടപ്പെടുമ്പോഴേ ഞാൻ നോർമൽ ഒരു ആൺകുട്ടിയുടെ ബോഡി തന്നെയായിരുന്നു എനിക്ക്, മനസ്സുകൊണ്ട് മാത്രമല്ലല്ലോ പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തും നല്ല ഇഷ്ടം തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ സർജറി ചെയ്ത് പെണ്ണായി ആയി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തും എന്നോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അങ്ങനത്തെ ഇഷ്ടത്തിനൊന്നും ഒരു കുറവോ അല്ലെങ്കിൽ അവൻ്റെ പുഷ് കൊണ്ടാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഡിസിഷൻ എൻ്റെ തീരുമാനം തന്നെയായിരുന്നു. ഞാൻ ഏയ് ഒരിക്കലും ഓൻ്റെ പുഷും കൊണ്ടല്ല ഇജ്ജ് ഇങ്ങനെ അയക്കണ്. ഇജ്ജ് ഡെയിലി അങ്ങോട്ട് പുഷും ഡിഷൊക്കെ കൊടുക്കുമ്പോഴേ ആ മൊണ്ണ പേടിച്ചിട്ടേ അത് അതിന്റെ വായും കൂടിയും തുറക്കലില്ല. അല്ല ഞാനതല്ല ആലോചിക്കണേ. അല്ലെങ്കിൽ ഇപ്പൊ ഈ ആശിക്ക് 2 റബ്ബർ പന്ത് ഇട്ടിട്ട് എന്താ കാര്യം? ഓനക്ക് 4 നേരം തടിയളകാതെ നല്ലോണം മടക്കുന്ന തിന്നാൻ കിട്ടണം. അതിപ്പോ തീട്ടായാലും കാട്ടായാലും നോ പ്രോബ്ലം. ഇനി നമുക്കേ ഈ സിലിക്കോൺ കുണ്ടന്റെ കുറച്ച് നുണകൾ കേൾക്കാം. പിന്നെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഞാൻ ഫോൺ വിളിച്ച് ഞാൻ അങ്ങ് തുണി ഊരി കാണിക്കാന്ന്. ഞാൻ ഓൾറെഡി സർജറി എൻ്റെ എനിക്ക് തല പോലും നന്നായിട്ട് ഇപ്പോഴും എൻ്റെ കൈ എനിക്ക് കുറേ അങ്ങ് ഒരുപാട് പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആ അത് ശരിയാ. ഇപ്പോഴും എൻ്റെ കയ്യേ ഇങ്ങനെ എനിക്ക് പൊക്കാൻ കഴിയണില്ല. എൻ്റെ ആശയാണ് എനിക്ക് തലയൊക്കെ തോർത്തി തരല്. അപ്പോഴും എനിക്ക് കൈ ഇങ്ങനെ പൊക്കാൻ വയ്ക്കണില്ല. അല്ല ഇജ്ജിപ്പോൾ പൊക്കിയത് എൻ്റെ കൈ തന്നെ അല്ലേ, അല്ലാതെ എൻ്റെ അണ്ടിയൊന്നും അല്ലല്ലോ. എന്തിനാണ് ചങ്ങായി ഇങ്ങനെ നുണ പറയണേ? നുണ പറയുമ്പോഴേ ആ തൊള്ളി കൊള്ളണ നുണ പറയേ. തൊള്ള പൊളിച്ചാൽ നുണ മാത്രമേ പറയുള്ളൂ. എന്ത് ചങ്ങായി അത് മനസ്സിലാണില്ല. പിന്നെ അതല്ല ഇപ്പോൾ പറഞ്ഞില്ലേ കൈ പോലും പൊക്കാൻ പറ്റില്ല എന്ന്. ഈ കൈ പൊക്കാൻ പറ്റാത്ത ആള് കാട്ടിക്കൂട്ടുന്ന അക്രമം കാണിച്ചായിരുന്നു. അല്ല മാനെ ഇതെന്റെ കൈ തന്നെയല്ലേ, അല്ലാതെ മറ്റേ തുമ്പി കൈയൊന്നല്ലല്ലോ. ഈ മുട്ടരാമനില്ലേ എന്തിനാ അങ്ങനെ നോണയും പറഞ്ഞ് ജീവിക്കണെന്നാവോ? അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അനക്ക് മരിച്ചു പോണ്ടേ ചങ്ങായി? ഇനി ഇതൊക്കെ പോട്ടെ, അടുത്തൊരു തള്ളുവാണെങ്കിൽ ഇതാ കണ്ടോളി. അല്ല എന്റെ സാരിയാണ് പ്രശ്നത്തെ ഹൈലൈറ്റ്. സാരിയുടെ വില ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, കടാഷ്മോളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ് ചെയ്തിട്ടാണ് 2 lakh ഫുള്ള് ഗോൾഡ് സെറിയാണ് കേട്ടോ. വാഷബിളാണോ? എന്നോട് കൊല്ലേ. നടേശന്റെ കല്യാണത്തിന് എടുത്തതാണ് 2 lakh. അല്ല മാനെ എന്താ എൻ്റെ ബിസിനസ്? ഇടക്കിടക്ക് റിസോർട്ടിലൊക്കെ പോണാണാ വെറും ലക്ഷങ്ങളെ കണക്കുകളും. അല്ല ജങ്ങാനും ആശിനെ ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കാനേ പറ്റൂല അല്ലേ? അല്ല ഞാനതല്ല ആലോചിക്കണേ. ആ കുണ്ടനെ ഇവിടെ പരിസരത്ത് എവിടെയും കാണാമല്ലോ. അതിനെ നമ്പാനും പറ്റൂലേ, അതൊരു കോഴിയാണേ. ഇതിറ്റുകൾ രണ്ടും കണക്കാ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാലേ രണ്ടാളും 2 വൈക്ക് പോവും. പിന്നെന്താ പറഞ്ഞ ഗോൾഡ് സെറിയാക്കറന്നോ? അത് ഗോൾഡ് സെറിയെന്നല്ല, ആശി തൂറിയതാക്കാരം. ഇജ്ജിങ്ങനെ തള്ളാതെ ആദ്യം പോയിട്ടേ ആ ഉള്ളിലിട്ടിക്കണ ഡോയർ മാറ്റേ. ഇവൻക്കാണെങ്കിലേ ആണുങ്ങളെ ഡോയറല്ലേ ഉള്ളൂ ഇടാൻ പറ്റുക, അലാക്കിന്റെ തുമ്പിക്കൈയല്ലേ. അതിനിപ്പോഴും ഒരു മാറ്റമില്ലല്ലോ. അപ്പൊ അധികം വലിയ വർത്താനൊന്നും പറയണ്ട. ഓഹ് വല്ലാത്തൊരു ജന്മം. സോഷ്യൽ മീഡിയയിൽ കടന്നിട്ടേ അങ്ങോട്ട് വരക. ഞാൻ പറഞ്ഞില്ലേ ഈ കുണ്ടന്മാരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇനി ഒരുപാട് കുണ്ടന്മാര് പുനർജനിക്കും. നമ്മളെ നാട്ടിലെ ബംഗാളികൾ പെരുകിയമാരേ അവസാനേ ഈ കുണ്ടന്മാരും പെരുകും. പിന്നെ ഈ കുണ്ടന്മാരെയും കൊണ്ട് തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അങ്ങനത്തെ ഒരു അവസ്ഥയെ ആകാതെ ഇരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഇല്ലേ 2026 ആയപ്പോഴേ ഒരുപാട് കുണ്ടന്മാർ തലപൊക്കി തുടങ്ങി. ഇനിയിപ്പോൾ 2027 ആകുമ്പോഴല്ലേ ഇവരൊക്കെ നമ്മളെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് എന്തായാലേ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാനേ ഞാനെന്തായാലും ഇല്ല. അപ്പം അതുകൊണ്ട് കുണ്ടന്മാർ തുലയട്ടെ, മനുഷ്യന്മാരെങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ. നമ്മളൊക്കെ മക്കൾ ഇതൊക്കെ കണ്ട് പഠിക്കേ. ഓൻ്റെ ഒരു ഒലക്കിയിലെ സിലിക്കോണും മറ്റേതും മറിച്ചതും കടന്ന് പെയ്ക്കവിടുന്ന്. അപ്പം എന്തായാലും തൽക്കാലം എത്രയും മതി. മറ്റൊരു കുണ്ടൻ നായ്ക്കൾ വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.